ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു പക്ഷേ അത്ഭുതമായിരിക്കാം. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്ന ഒരു ഓഫീസ് ഒരു മുന്നണിയുടെ ഓഫീസാണ്. എന്നാൽ പോലും നാടിന്റെ പൊതുകാര്യങ്ങൾ ഒരുമിക്കാനുള്ള മനസ്സാണ് മറ്റെല്ലാ കാര്യങ്ങളിലേക്കാളും പ്രധാനം. മനുഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ അതാണ്, മനുഷ്യത്വം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പങ്കെടുക്കുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. ഷാനിദിന്റെ ഒരു നേട്ടം ഇന്നലെ മുതൽ ഷാനിദിന് ഇങ്ങനെ പിന്നെന്താ പറയുക ആദരിച്ചുകൊണ്ടിരിക്കണം. ഇന്നലെ വരുന്ന സമയത്ത് അങ്ങാടിയിൽ ആദരിച്ചു, ഇന്ന് വൈകുന്നേരം ക്ലബ്ബ് അവിടെ ആദരിച്ചു, ഇന്ന് വീണ്ടും രാത്രി ഷാനിദിന്റെ മറ്റൊരു പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഷാനിദിന്റെ ഈ യാത്ര ശരിക്ക് അവന് കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ റോഡിലൂടെ ആണെങ്കിൽ പോയെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ ആ യാത്ര ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതിന്റെ ഒരു കാരണം പോലെ മലിനീകരണത്തിനെതിരെയുള്ള ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യാത്ര. ഷാനിദ് അധ്യാപകനാണ്, അതുകൊണ്ട് തന്നെ ആ സന്ദേശത്തിന് വലിയ പ്രസക്തി പുതിയ കാലത്തുണ്ട്, എല്ലാ കാലത്തും. അതിന്റെ കൂടെ തന്നെ ശരിക്ക് നേരത്തെ നമ്മുടെ നജ്മുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സിഗ്നേച്ചറാണ്. അതായത് ഷാനിദിന്റെ യാത്ര ഓമാനൂരിലുള്ള ഒരാള് സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ട് 900ഓളം കിലോമീറ്റർ യാത്ര ചെയ്യാന്ന് പറഞ്ഞത്, അതായത് നമ്മൾ തമാശയായിട്ടില്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെ 900 കിലോമീറ്റർ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഓമാനൂരിന്റെ ഒരു അടയാളമാണ്. ഓമാനൂർ അങ്ങനെ ഒരു നേട്ടമില്ല. വരി ചോപ്പ് സ്റ്റൂളുണ്ട്. അപ്പൊ ഏതായാലും ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ നേതാക്കന്മാര് നമ്മളെ മൊലാലി സുഹൃത്ത് സയാദുദ്ദീൻ ബാക്കി പറയാനില്ലല്ലോ, നിർത്തണല്ലോ. അപ്പൊ ഏതായാലും ഷാനിദിനെ നമ്മൾ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇവിടുത്തെ ചെറുപ്പക്കാരായ ആളുകൾ, നേരത്തെ നമ്മളെ ക്ലബിന്റെ ഭാരവാഹികളോട് പറഞ്ഞു, നമ്മുടെയൊക്കെ യുവത്വമാണ് ശരിക്കും നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ആ സമയത്തെ മനോഹരമായി നമുക്ക് നിയന്ത്രിക്കാനും നല്ല വഴിയിലേക്ക് തിരിച്ചുവിടാനും കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വിജയിച്ചവരാണ്. അപ്പൊ ആ ക്ലബിന്റെ ഭാരവാഹികളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ താഴത്തങ്ങാടിയിലെ കൂട്ടായ്മ ആവട്ടെ, നമ്മൾ ഈ കൂട്ടായ്മക്കകത്ത് നമ്മുടെ യുവാക്കളായ ആളുകളുടെ അവരുടെ ചിന്തയെ സ്വാധീനിക്കുന്ന തരത്തിൽ, അവരുടെ മനസ്സിന്റെ അവരുടെ ഇഷ്ടങ്ങളെ നമ്മൾ സ്വാധീനിക്കുന്ന തരത്തിൽ മറ്റു വഴികളിലേക്ക് പോവാതെ, പ്രത്യേകിച്ച് കള്ള് കഞ്ചാവ് മറ്റുള്ള സംഗതിയിലേക്കൊന്നും പോവാതെ ഒരു നാട്ടിലെ പുതിയ പരിപാടികൾ, പുതുമയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലേക്ക് യുവാക്കൾക്ക് ഒരു അവസരവും ഇടപെടാനുള്ള സമയം കൊടുത്താൽ അത് വലിയ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടാകും. ഏതായിരുന്നാലും ഷാനിദിന്റെ പരിപാടി പങ്കെടുക്കാൻ യാദൃശ്ചികമായിട്ടാണെങ്കിൽ പോലും പങ്കെടുക്കാൻ പറ്റിയതിലുള്ള ഒരു വലിയ സന്തോഷം രേഖപ്പെടുത്തുക. നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരു സന്തോഷത്തോടു കൂടി ഉറങ്ങിയാൽ ആ ഉറക്കം വളരെ മനോഹരമായിരിക്കുന്നു. അപ്പൊ ഇന്നൊരു ഹാപ്പി ഡേ ആണ്. ഷാനിദിന്റെ യാത്രയുടെ സന്തോഷം, ഇവിടെ പങ്കെടുക്കുന്ന സന്തോഷം, നിങ്ങൾക്ക് ഒരുമിച്ച് നമ്മൾ ഈ ഒരു പന്തലിന് ചോട്ട് ഒരുമിച്ചിരിക്കുന്ന സന്തോഷം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് അടുത്ത ആഴ്ച ഈ 14 തെരഞ്ഞെടുപ്പ് വഴി 16 റിസൾട്ട് വരും. ഞങ്ങൾ രണ്ടാളും രാവിലെ ഒരുമിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ ആ നടത്തം നമുക്ക് തുടരണം. മാത്രമല്ല ആ നടത്തിനപ്പുറത്ത് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഇനി ഒരുമിച്ച്, ഒരുപക്ഷെ ആരെങ്കിലും ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കും, സ്വാഭാവികമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ഈ കൂട്ടായ്മയും ഈ നടത്തവും ഈ ഇരുത്തവും ഒക്കെ നമുക്ക് ഇനിയും തുടരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഷാനിദിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.